എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഫേഷ്യൽ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോ കുറെ കിറ്റുകളൊക്കെ അവൈലബിൾ ആണ്, ഫേഷ്യൽ കിറ്റ്സ്. അപ്പൊ നമുക്കിപ്പോ പുറത്ത് പോയിട്ട് നമുക്ക് ഫേഷ്യൽ ഒക്കെ ചെയ്യാനും നമുക്ക് ഈ ഒരു ടൈമിലായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പേടിയാണ്. അപ്പൊ ഞാനിപ്പോ VLCCയുടെ ഞാൻ ജസ്റ്റ് ഓൺലൈനിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ ഒരു ഫേഷ്യൽ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതില് കണ്ടോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെറിയ ചെറിയ പാക്കുകളാണ് ഞാനിപ്പോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇങ്ങനത്തെ പാക്കുകളാണ്. ഇതിന്റെ വില വരുന്നത് 250 രൂപയാണ്. പക്ഷെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇതിന്റെ എങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചതെന്നുള്ള ലിങ്ക് താഴെ കൊടുക്കാം. ഇത് എല്ലാം പാർട്ടി ഗ്ലോ, ഇതെന്താണ്, VLCC നാച്ചുറൽ സയൻസ് പാർട്ടി ഗ്ലോ ഫേഷ്യൽ കിറ്റ് ആണ് കേട്ടോ. ഫോർ ഇൻസ്റ്റന്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗെറ്റ് ദ പാർലർ ലൈഫ് ഗ്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇതില് നമുക്ക് 1 2 3 4 5 6 ആയിട്ടുള്ള 6 ഇങ്ങനത്തെ പാക്കുകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്ലെൻസർ ഉണ്ട്, ടോണർ ഉണ്ട്, സ്ക്രബ് ഉണ്ട്, ജെൽ ഉണ്ട്, ക്രീം ഉണ്ട്, പിന്നെ ലാസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഒരു പാക്കും ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൽ തന്നെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ ഓർഡർ ബൈ ഓർഡർ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ക്ലെൻസർ ആൻഡ് ടോണർ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഏതാണ് നമ്മുടെ ക്ലെൻസറും ടോണറും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് ഇതിൽ ശരിക്കും ഈ ഒരു പാക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമുക്ക് ഇത് പിന്നീട് ആയാലും യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ കണ്ടോ, ഇതൊക്കെ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രൈ ആയി പോവും. ഇങ്ങനത്തെ ഒരു പാക്കിംഗ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നന്നായിരുന്നു. അപ്പൊ ഇതാണ് പ്രീ ഫേഷ്യൽ ക്ലീനർ കം ടോണർ വിത്ത് അലോവേര ആണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഇത് ആദ്യം തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ ഫേസ് ഒന്നും വാഷ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ആദ്യം പോയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഫേസ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ടവൽ എടുത്തിട്ട് ഒരിക്കലും ഇങ്ങനെ തുടച്ച് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ മുഖത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വാഷ് ചെയ്തു. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലെൻസർ കം ടോണർ വിത്ത് അലോവേര നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ക്ലെൻസ് യുവർ സ്കിൻ, മിനിമൈസ് ദ പോസ് ആൻഡ് മേക്ക് യുവർ സ്കിൻ റിയലി റെഡി ഫോർ ഫേഷ്യൽ. അപ്പൊ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പൊ അത്യാവശ്യം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്മെല്ലെന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്മെല്ലൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആണ്. എന്തോ ഒരു ഫ്രാഗ്രൻസ് ഭയങ്കരമായിട്ട് കുത്തി നിൽക്കുന്നുണ്ട്. എന്തോ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ടും ഓവറായിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല, എന്നാലും ഓക്കെ ആണ്. നമുക്ക് ഇത് വളരെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര പ്രൈസും ഇല്ല. അപ്പൊ അതിനുള്ളത് ഉണ്ട്. അപ്പൊ നമുക്ക് അതിന് തന്നെ കഴുത്തിലും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട്, ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് 2 to 3 minutes നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് കൊടുക്കുക. എന്നിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കോട്ടൺ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ സ്ക്രബാണ്. അപ്പൊ സ്ക്രബ് നമുക്ക് ഇനി എടുക്കാം. സ്ക്രബ് അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്രബ്. അപ്പൊ സ്ക്രബ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ സ്ക്രബ് എടുത്തിട്ടുണ്ട്, സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ. ഇത് ഇപ്പൊ 2 തവണയൊക്കെ യൂസ് ചെയ്യാനുണ്ടാവും. അപ്പൊ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ സ്ക്രബ് എന്താണ് ഭയങ്കരമായിട്ടൊരു ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പാക്കിങ്ങിൽ എന്തെങ്കിലും വന്നതായിരിക്കും. ഭയങ്കര ഡ്രൈ. ഞാനിപ്പോ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നനച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവർ നന്നായിട്ടും സ്ക്രബ് മൂക്കിന്റെ അവിടെയും ഈ ഒരു ഭാഗത്തും ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ മുന്നേ പണ്ട് എപ്പോഴോ VLCCയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട്.
എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കിറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് കിറ്റ് യൂസ് ചെയ്തിട്ടായാലും ചെയ്യാം. പക്ഷെ ഇതന്നെ നമ്മൾ പാർലറിൽ പോയിട്ട് അവർ ഇതേ സെയിം ഫേഷ്യൽ തന്നെ ചെയ്ത് തരാന്ന് വെച്ചാൽ നമുക്കൊരു 1000 rupees ഒക്കെ ആവും. ഇപ്പൊ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പൊ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമുക്ക് ഒരു ജെല്ലാണ്, ഫേഷ്യൽ വിത്ത് സാഫ്രോൺ ആൻഡ് മൾബറി ജെല്ലാണ്. ഇത് സാഫ്രോൺ മസാജ് ജെല്ലാണ്. ഇത് തേർഡ് സ്റ്റെപ്പാണ് കേട്ടോ, ജെൽ അപ്ലൈ ചെയ്യേണ്ടത്. ജെൽ അപ്ലൈ ചെയ്തിട്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ജസ്റ്റ് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യാം വിത്ത് ഫിംഗർ ടിപ്സ് ഫോർ 8 to 10 minutes ആണ് അവർ പറയുന്നത്. എന്നിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ഒരു 5 minute നേരം ഒന്ന് മസാജ് കൊടുക്കാം. ഈ ഒരു കളറാണ് കേട്ടോ ജെല്ലിന് വരുന്നത്. സ്ട്രോബെറി അല്ല സാഫ്രോൺ ആണ്, സാഫ്രോൺ മസാജ് ജെല്ലാണ് കേട്ടോ. ഇതിന്റെ സ്മെല്ല് വന്നിട്ട് കുഴപ്പമില്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് ജെല്ല് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 5 മുതൽ 10 minute വരെ മസാജ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. ഒരു ചന്ദനവും ആ ഒരു സാഫ്രോൺ ആ ഒരു സ്മെല്ലാണ് വരുന്നത്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ എപ്പോഴും കഴുത്തിലും കൂടി നന്നായിട്ട് ചെയ്യുമ്പോൾ ഒരു 10 minute നേരമാണ് മസാജ് ചെയ്യാൻ പറയുന്നത്. ഞാനൊരു 5 minute നേരമൊക്കെ ചെയ്യാം, നമുക്ക് കൈ കഴുകണ വരെ ചെയ്യാം. നമുക്ക് ഒരു ആള് ചെയ്ത് തരാനുണ്ടെങ്കിലും കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഒരു 10 minute ഒക്കെ ശരിക്കും നമുക്ക് ഫേഷ്യൽ ചെയ്യുന്നത് പ്രൊഡക്റ്റും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ മസാജ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ടും മസാജ് കൊടുക്കട്ടെ. അപ്പൊ ഈ ഒരു കണ്ണിന്റെ ഏരിയയിൽ ഒക്കെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവർക്കൊക്കെ നന്നായിട്ടും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യാം. അപ്പൊ എപ്പോഴും നമ്മൾ കണ്ണിന്റെ ചുറ്റും ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു റിംഗ് ഫിംഗർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ റിംഗ് ഫിംഗറിലാണ് നമുക്ക് പ്രഷർ കുറവ്. അപ്പൊ അത്രയും പ്രഷർ കുറവിൽ വേണം നമ്മൾ ഈ ഒരു ഇവിടെ ചെയ്യാം, കണ്ണിന്റെ ചുറ്റും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ കണ്ണിന്റെ ചുറ്റും ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു പാക്ക് എനിക്ക് തോന്നുന്നു 3 ടൈമൊക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ട് കേട്ടോ. ഈ ഒരു സിംഗിൾ പാക്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. ചെറിയ പാക്ക് ആയാലും അത്യാവശ്യം എനിക്ക് എന്തായാലും 2 ടൈം യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ 2 പേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒറ്റ ടൈമിന് എന്താ വെച്ചാൽ ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ഇനി നമുക്കൊരു കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിലോട്ട് കിടക്കാൻ പോവാണ്. 4ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്താണ്, ക്രീമാണ്. എൻറിച്ച് വിത്ത് മൾബറി ആൻഡ് ലെമൺ പീൽ എക്സ്ട്രാക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 4ാമത്തത് ക്രീം നമുക്ക് എടുക്കാം. ഇതും ജസ്റ്റ് ക്രീം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 10 minute നേരം മസാജ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം കോട്ടൺ വെച്ചിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാം. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും ഒരു ക്രീമാണ്. ഇതാണ് ക്രീം കേട്ടോ. ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. ക്രീമിന്റെ സ്മെല്ല് അത്ര ഒരു കുഴപ്പമില്ല, എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. പക്ഷെ ആ ജെല്ല് നല്ല ജെല്ലായിരുന്നു കേട്ടോ. എന്തോ ഒരു സുഖല്ലേ സ്മെല്ല്. നമ്മളൊരു നല്ലൊരു ക്രീമൊക്കെ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് വരില്ല. ആ ഒരു സ്മെല്ലൊന്നും ഇതിനില്ല. ചെറിയൊരു സ്മെല്ലുണ്ട്, അല്ലാതെ വേറൊരു സ്മെല്ലില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല ഈ ഒരു സ്മെല്ല്. ഒരു എന്തോ ഒരു കുത്തുന്ന സ്മെല്ല് തന്നെയാണ്. നമ്മൾ ആദ്യം ഇട്ടില്ലേ ആ ഒരു ടോണർ, അതേ സെയിം സ്മെല്ല് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. നന്നായിട്ടും മസാജ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ തന്നെ രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി നമ്മൾ ലാസ്റ്റ് ഞാൻ ക്രീമൊക്കെ വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ പാക്കാണ്. പാക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ പാക്ക് വന്നിട്ട് സാൻഡൽവുഡ് ആൻഡ് ഹേസൽനട്ടിന്റെ പാക്കാണ്. ഇത് ഡയറക്ഷൻ എന്ന് പറയുന്നത് വന്നിട്ട് അവര് ഫേസിൽ നെക്കിൽ അപ്ലൈ ചെയ്യുക. 20 minutes കഴിഞ്ഞിട്ട് കോട്ടൺ വെച്ചിട്ട് തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളയാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ലാസ്റ്റായ ഈ ഒരു ഇതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം.
നമുക്ക് 20 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് എങ്ങനെയുണ്ട് എൻ്റെ ഒരു ഇത് ചെയ്തിട്ട് എന്താണ് വ്യത്യാസം വന്നിട്ടില്ലേ, മാറ്റങ്ങൾ വന്നിട്ടില്ലേ എന്നൊക്കെ ഞാൻ പറയാം. അപ്പൊ ഇത് ഒന്ന് 20 മിനിറ്റ് ഒന്ന് ആവട്ടെ കേട്ടോ, ഒന്ന് ഉണങ്ങട്ടെ, അതിനുശേഷം കാണാം. അപ്പൊ നമ്മുടെ ഫേസ് പാക്കും ഞാൻ ഇട്ട് കഴിഞ്ഞ് ഞാൻ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയത് ഓക്കെ, ഒരു ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇത് ഓഫർ പ്രൈസിന് എനിക്ക് 190 180 ആ ഒരു റേഞ്ചിനാണ് കിട്ടിയത് കേട്ടോ. പിന്നെ ഇത് പറയാനുള്ളത് എന്താ വെച്ചാല് ഇത് 2 ടൈം നമുക്ക് ഫേഷ്യൽ ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് VLCCയുടെ തന്നെ ആയുർവേദ വൈറ്റ് ആൻഡ് ബ്രൈറ്റ് ഗ്ലോ ജെൽ ക്രീമും കൂടി ഇതിന്റെ കൂടെ തന്നെ അവർ അയക്കുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു സാമ്പിൾ പാക്കേജ് ആണെന്ന് തോന്നുന്നു. പാരബൻ ഫ്രീ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഇത് യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം ചെയ്തതോട് കൂടിയിട്ട് അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാല് നമുക്ക് എന്തായാലും അഫോർഡബിൾ ആണ്, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇത്രയധികം ഒരു 5 ടോണർ ഉണ്ട്, ക്ലെൻസർ ഉണ്ട്, മസാജർ ഈ ക്രീം ഉണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഓക്കെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ എനിക്ക് തന്നെ ഞാൻ ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും നമുക്ക് പുറത്തുള്ള ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അത്ര വലിയ നമുക്ക് കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്